ഹലോ ഗൈസ്, പത്തരമാൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ അനാമിക കല്യാണത്തിന് റെഡിയായിട്ട് മണ്ഡപത്തിലെത്തുവാണ് കേട്ടോ. അപ്പോഴേക്കും അവരുടെ ഒരു പരിചയക്കാരി വന്നിട്ട് അനാമികയുടെ അമ്മയോട് പറയുന്നുണ്ട്, നിങ്ങളുടെ മഹാഭാഗ്യം എന്ന് പറയുമ്പോഴേക്കും അമ്മ പറയുവാണ്, അതെ അതെ, മോളെ കണ്ടതേ അവർക്ക് ഇഷ്ടപ്പെട്ടു, പിന്നെ മോളെ മതിയെന്ന് തന്നെ അവർ പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളും കൂടുതലൊന്നും അന്വേഷിക്കാനും പറയാനൊന്നും പോയില്ല, മോളുടെ മഹാഭാഗ്യം തന്നെയാണെന്ന് പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോൾ അവർ അകത്തോട്ട് പോവാണ്. അതേസമയം അനാമികയുടെ അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് പറയുകയാണ്, എടോ തന്നെ വിശ്വസിച്ചാ ഞാൻ എൻ്റെ മരുമോളുടെ 10 പവൻ എടുത്തു തന്നത്, അതെന്തായാലും കല്യാണം കഴിഞ്ഞ് തിരിച്ച് മോള് വീട്ടിൽ വരുമ്പം എനിക്കത് കിട്ടിയിരിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ അനാമികയുടെ അച്ഛൻ പറയുകയാണ്, ഒന്നുകൊണ്ടും പേടിക്കണ്ട, അവൾ വിരുന്നിന് വരുമ്പം അത് ഉറപ്പായിട്ടും കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ ഉമേന്ദ്രൻ്റെ കാശാണ് ആകെ ഒരു പ്രശ്നം, അത് മോളുടെ ബാക്കി സ്വർണം എടുത്ത് വിറ്റിട്ട് വേണം അത് കൊടുക്കാനെന്ന് പറയുമ്പോൾ അയാൾ പറയുകയാണ്, അതൊന്നും എനിക്കറിയണ്ട, എൻ്റെ മരുമോളുടെ 10 പവൻ എന്തായാലും എനിക്ക് തിരിച്ച് കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ എനിക്ക് അതാകെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവുകയാണ് കേട്ടോ. അതേ സമയത്ത് അനാമികയുടെ അമ്മ അനാമികയോട് പറയുന്നുണ്ട്, എങ്ങനെയും ഇതൊന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആകെ ടെൻഷൻ അടിച്ചിരിക്കുവാണ്. അതേ സമയത്ത് അനന്തപുരിയിലെ ആൾക്കാരെല്ലാം കല്യാണത്തിന് വേണ്ടിയിട്ട് അവിടെ എത്തുവാണ് കേട്ടോ. എത്തുന്ന സമയത്ത് നയന പയ്യെ നന്ദുവിൻ്റെ അടുത്ത് എന്നിട്ട് പറയാണ്, ഇനി വിഷമിച്ചൊന്നും നിൽക്കരുത്, സന്തോഷമായിട്ട് തന്നെ നിൽക്കണം, ഇതെങ്ങനെയും ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട്, ഇവളെന്തിനാണ് വിഷമിക്കുന്നത്, ആ കുടുംബത്തിലോട്ട് വരാതിരിക്കുന്നതിൽ സന്തോഷിക്കുക വേണ്ടെന്നൊക്കെ പറയുവാണ്. അത് കഴിയുമ്പോൾ ചെറുക്കനെ എല്ലാവരും സ്വീകരിച്ച് പെൺവീട്ടുകാർ സ്വീകരിച്ച് അകത്തോട്ട് കൊണ്ടുപോവാണ് കേട്ടോ. ഇത് കാണുമ്പോഴത്തേക്കും നന്ദുവിന് സങ്കടം സഹിക്കാൻ പറ്റാതെ നന്ദു അവിടുന്ന് മാറി കരഞ്ഞുകൊണ്ടങ്ങ് പോവുകയാണ്. അതേസമയം അനാമികയുടെ അച്ഛൻ നമ്മുടെ അനിയുടെ മുഖത്തെ വിഷമം കണ്ടിട്ട് ചോദിക്കുകയാണ്, എന്താ മോനെ ഒരു സന്തോഷമില്ലാത്തതെന്ന് പറയുമ്പോൾ ജയം പെട്ടെന്ന് പറയുകയാണ്, അത് വേറെ ഒന്നുമല്ല, അച്ഛന് വരാൻ പറ്റിയല്ലോ, അച്ഛന് കുറച്ച് സീരിയസാണ്, ആശുപത്രിയിലാണെന്നൊക്കെ പറയുമ്പം നമ്മുടെ ആദർശം പയ്യെ അത് കൂട്ടുപിടിച്ച് പറയുകയാണ്, അതെ, മുത്തശ്ശനില്ലാത്ത ഒരു ഫംഗ്ഷനും ഞങ്ങൾ അങ്ങനെ ആഘോഷിക്കാറില്ല, കല്യാണം വരെ മാറ്റി വെച്ചാലോ എന്ന് ഓർത്തായിരുന്നു എന്ന് അജയൻ പറയുമ്പോഴത്തേക്കും അനാമികയുടെ അച്ഛൻ പറയാണ്, അത് എന്തായാലും മാറ്റി വെക്കാഞ്ഞത് നന്നായി, കാര്യം അത്രയ്ക്ക് നല്ലൊരു മുഹൂർത്തമാണ്, ഇനി ഇത്രയും നല്ലൊരു മുഹൂർത്തം കുറച്ച് കിട്ടാൻ പോലും സാധ്യതയില്ല എന്നൊക്കെ പറയുവാണ് കേട്ടോ. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുമ്പോൾ നയന ചോദിക്കുകയാണ്, നന്ദു എവിടെയെന്ന് ചോദിക്കുമ്പോഴേക്കും കനക പറയുകയാണ്, കാണുന്നില്ലല്ലോ, എവിടെയായിരിക്കും, അവളുടെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരിക്കും, ആ കൂടെ എങ്ങാനും സംസാരിച്ച് നിൽപ്പുണ്ടായിരിക്കും എന്നൊക്കെ പറയുവാണ്. അത് കഴിയുമ്പോൾ ആദർശ് പയ്യെ അനിയനെ വിളിച്ചു മാറ്റി കൊണ്ടു നിർത്തി ഉപദേശിക്കുവാണ്. എന്നിട്ട് പറയുകയാണ്, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയൊന്നും ആയിരിക്കുമല്ല ചിലപ്പം നമുക്ക് കിട്ടുന്നത്, പക്ഷേ ഇനിയിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ, നിനക്ക് എൻ്റെ ജീവിതം തന്നെ അറിയാമല്ലോ, അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്താലും ഇനി നിനക്ക് മുമ്പോട്ട് നല്ല ജീവിതം തന്നെ കിട്ടും എന്നൊക്കെ പറഞ്ഞ് അനിയനെ ആശ്വസിപ്പിക്കുവാണ്. അപ്പോഴും അനി പറയുന്നുണ്ട്, എനിക്ക് അഭിനയിക്കാൻ അറിയില്ല ചേട്ടാ എന്നൊക്കെ പറയുവാണ്. അതേ സമയത്ത് നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്, അബി ഹോസ്പിറ്റൽ അച്ഛൻ്റെ കൂടെയാണോ, അവിടെ ആൾക്കാരുണ്ടായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ ചലിച്ച് പറയാണ്, എന്നാലും കുടുംബക്കാരാരെങ്കിലും വേണ്ടേ, ചിലപ്പോൾ അവൻ അച്ഛൻ്റെ കൂടെ വരുമായിരിക്കും കല്യാണത്തിൻ്റെ സമയമാകുമ്പോഴത്തേക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ നൈസായിട്ട് പറയുകയാണ്, എന്തായാലും നമ്മുടെ വീടിന് യോജിച്ചൊരു മരുമോള എന്ന് വരുന്നേ, എങ്കിലും അവളെ കൂടുതൽ തലയിൽ കയറ്റിയൊന്നും വെക്കേണ്ട കാര്യമില്ല ഇടത്തി എന്നൊക്കെ പറയുവാണ്. ആ സമയത്ത് നമ്മുടെ ദേവയാനി പറയുവാണ്, അതൊന്നും ഒരു കുഴപ്പം ഉണ്ടാവുകയില്ല, അവൾ നല്ല ആഢ്യത്തുള്ള കുടുംബത്തിൽ നിന്നാണ് വരുന്നത്, അതുകൊണ്ട് തലയിൽ കയറ്റി വെച്ചാലും ഒരു കുഴപ്പം ഉണ്ടാവുകയില്ല എന്നൊക്കെ പറയുവാണ്. അപ്പം ജലജ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഓ ഇനി അവളെ മടങ്ങണോ, എന്തൊരു ഗതികേടാ, ഇനി അവളുടെ അഹങ്കാരവും കാണുമെന്നൊക്കെ ചിന്തിച്ചിങ്ങനെ ഇരിക്കുവാണ്. അതേ സമയത്ത് അനാമിക അച്ഛൻ്റെ അടുത്ത് നിൽക്കുവാണ്. അപ്പം അച്ഛൻ ആകെ ടെൻഷൻ അടിച്ച് ഉമേന്ദ്രനെങ്ങാനും വരുമോ എന്ന് ഓർത്ത് ഇങ്ങനെ പേടിച്ച് വരച്ച് നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അവിടെ നിന്ന് കയറി കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി കാര്യം ഞാൻ ഏറ്റോളാം, ആ നന്ദു വന്നു അച്ഛ എന്ന് ചോദിക്കുവാണ്. അപ്പം അയാൾ പറയുന്നുണ്ട്, കണ്ടില്ല അവിടെ, ഇനി ഉണ്ടോയെന്ന് എനിക്ക് അറിയാൻ പാടില്ല എന്ന് പറയുമ്പോഴത്തേക്കും വന്നാലും വന്നില്ലേലും ഇതെങ്ങനെയും ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്ന് പറയുവാണ്. അപ്പോഴേക്കും അനാമിക അച്ഛനോട് പറയുകയാണ്, അതെ എങ്ങനെയും കഴിഞ്ഞ് കിട്ടിയാൽ മതി, അവനാകെ വിഷമമായിരിക്കും, പിന്നെ അവൻ വിചാരിക്കുന്ന പോലെ എനിക്ക് അവനോട് ദിവ്യമായ പ്രേമോ ആത്മാർത്ഥ പ്രേമോ ഒന്നുമില്ല, എൻ്റെ നോട്ടും അവൻ്റെ സ്വത്തുക്കളിലോട്ടാന്ന് തുറന്നടിച്ച് അനാമിക അച്ഛനോട് പറയുവാണ് കേട്ടോ. അതേ സമയത്ത് നവ്യ പറയാണ്, ഓ അമ്മായിയമ്മമാരുടെ പുതിയ മരുമോളെക്കുറിച്ചുള്ള പുകഴ്ത്തൽ കേട്ടിട്ട് കല്യാണ വീടാണെന്നൊന്നും തോന്നുന്നില്ല, എനിക്ക് 4 എണ്ണം പറയാനാണ് തോന്നുന്നത്, എന്തായാലും നന്ദു അങ്ങ് വരാത്തത് നന്നായി, ഇത് ഞങ്ങളുടെയൊക്കെ ജീവിതം അത്ര ഗതികേടിലാണ് എന്ന് പറയുവാണ് കേട്ടോ. ആ സമയത്ത് കനക പറയുന്നുണ്ട്, അതിനൊക്കെ കാരണം ഈ അമ്മയാന്ന് പറയുമ്പോഴത്തേക്കും നവ്യ പറയാണ്, അമ്മയൊന്നുമല്ല, ഞാനാണ് കാരണം, ഞാനന്ന് അബിയുടെ കൂടെ പോയില്ലായിരുന്നെങ്കിൽ ഞാൻ നേരായ മാർഗത്തിൽ തന്നെ അനന്തപുരി കയറുമായിരുന്നല്ലോ, ആദർശാൻ്റെ ഭാര്യ ആകുമായിരുന്നല്ലോ എന്ന് പറയുമ്പം ഗോവിന്ദൻ പറയുവാണ്, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, അപ്പോഴും നിൻ്റെ അമ്മ എന്തൊക്കെ കള്ളങ്ങൾ പറഞ്ഞാൽ അവിടെ അവരുടെ മുമ്പിൽ ഓരോന്ന് പറഞ്ഞ് പരത്തിയിരുന്നേ എന്നൊക്കെ പറയുമ്പോൾ കനക ആകെ ചമ്മി നിൽക്കുവാണ്. എന്നിട്ട് പറയാണ്, ഇതാ പറയുന്നത് കള്ളത്തരമൊന്നും പറഞ്ഞ് ഒരു കല്യാണം നടത്താൻ നോക്കരുതെന്നൊക്കെ. അതേ സമയത്ത് നന്ദു ഇങ്ങനെ കരഞ്ഞ് ക്ഷേത്രത്തിന് മുമ്പിൽ ഇരിക്കുമ്പം ഒരു സ്വാമി വന്നിട്ട് പറയുവാണ്, മോളുടെ ഉള്ളിലെ സങ്കടം എന്താണെന്ന് എനിക്കറിയാം, നമുക്കാർക്കും വിധിയെ മാറ്റാൻ പറ്റുമല്ലോ, എന്തായാലും മോൾ ആഗ്രഹിച്ച ചെറുക്കനെ മോക്ക് തന്നെ കിട്ടും എന്ന് പറയുവാണ് കേട്ടോ.
അപ്പം നന്ദു പറയാണ് അതൊരിക്കലും നടക്കില്ല, ഇന്ന് അയാളുടെ വിവാഹം എന്ന് പറയുമ്പോഴേക്കും ആ സ്വാമി പറയുന്നുണ്ട് അതൊക്കെ ശരിയായിരിക്കും, ഇച്ചിരി വൈകിയാണേലും മോക്കൊരു ദാമ്പത്യ ജീവിതം ആ വ്യക്തിയുടെ കൂടെ ആയിരിക്കും, ആ വ്യക്തിക്കും അത് അങ്ങനെ തന്നെ ആയിരിക്കും, ആ ചെറുക്കൻ തന്നെ മോളുടെ കഴുത്തിൽ താലി ചാർത്തും എന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്വാമി അവിടെ നിന്ന് പോവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നന്ദുവിന് ചെറിയ വിഷമമാവുകയാണ്. നന്ദു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുകയാണ്, ഇന്ന് അവരുടെ വിവാഹമാണ് ദേവി, അവരൊരു കാലത്തും പിരിയരുത്, നല്ല സന്തോഷത്തോടുകൂടി തന്നെ ഇനി എന്നും ജീവിക്കണം എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും തിരുമേനി പ്രസാദമൊക്കെ കൊടുക്കുവാണ്. പ്രസാദം എല്ലാം തൊട്ടിട്ട്